ശ്യാൽകുമാർ 98 മുതൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. ആ ബാങ്ക് ഇക്കാലം അത്രയും ഈ പറഞ്ഞ KYC ഇല്ലാതെ പ്രവർത്തിച്ചൊന്നും വിശ്വസിക്കാവതല്ല. പാൻ കാർഡ് ഇല്ലാതെ ഇപ്പോൾ CPM-ന്റെ രീതി ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ കാർഡിൽ എല്ലാ അക്കൗണ്ടിലും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ പാൻ കാർഡ് ഉണ്ടെങ്കിൽ KYC കൃത്യമായി അപ്ഡേറ്റ് ചെയ്തതാണെങ്കിൽ ബാലൻസ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്തതാണെങ്കിൽ ഇതൊക്കെ രേഖാപൂർവ്വം IT ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്താൻ അധിക സമയമില്ല. അല്ലെങ്കിൽ അധിക സമയം എടുക്കേണ്ടതില്ല. രേഖ ഹാജരാക്കിയാൽ മതി. മറ്റു ദുഷ്ടലാക്കില്ലെങ്കിൽ കാര്യം കരുവന്നൂർ അല്ലെങ്കിൽ വിലക്കൊഴിവാക്കാനും വലിയ പ്രശ്നമില്ല. അനിൽകുമാർ, ആദ്യം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ തെറ്റായൊരു പണവും CPM കൈകാര്യം ചെയ്യാറില്ല. കള്ളപ്പണമൊക്കെ ശീലമാർക്കാണെന്നുള്ള കേരള സമൂഹത്തിന് ബോധ്യമുണ്ടല്ലോ. ഒരു സംസ്ഥാന പ്രസിഡന്റിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? ഈ പണം കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് അത് സുൽത്താൻ ബത്തേരിലൊരു കോഴക്കേസായിട്ട് മാറിയിട്ടുണ്ട്. മഞ്ചേശ്വരം കോഴക്കേസായിട്ട് മാറിയിട്ടുണ്ട്. ആ 2 കോഴക്കേസിലും ആരാ പ്രതി? കള്ളപ്പണം കൈകാര്യം ചെയ്തതിന് ശബ്ദരേഖ നമ്മുടെ മുമ്പിലുള്ള ഒരാൾ. ഇനി ആലപ്പുഴയിൽ ഇവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ആളുടെ ശബ്ദവും നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ പുണ്യപ്രവർത്തിക്കൊന്നുമല്ല, ആ ശബ്ദരേഖ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ ഈ ആളുകളാണ് നമ്മുടെ നാട്ടിൽ എത്ര തെറ്റായ കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുന്നത്. ഞങ്ങളുടെ പിള്ളേർ ഈ കോവിഡ് കാലത്ത് ആക്രി പെറുക്കി സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിക്ക് കൊടുത്തപ്പോൾ 12.5 കോടി രൂപ കിട്ടി. DYFI 12.5 കോടി രൂപ ആക്രി പെറുക്കി സംസ്ഥാന സർക്കാരിന് അടച്ചു കൊടുത്തൊരു പ്രസ്ഥാനമായത്. ഞങ്ങളാണോ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നവർ? അപ്പോൾ ഇവിടെ ഞങ്ങളെ കിടന്നാക്രമിക്കാൻ കോൺഗ്രസും BJP യും കൂടെ ഒരു കൂട്ടുകച്ചവടം നടത്തുക. എന്നിട്ട് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് എന്താണ്? ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കേജ്രിവാളിനെ അകത്താക്കി തന്നില്ലേ? യൂദാസ് ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത പോലെ കേജ്രിവാളിനെ ഒറ്റുകൊടുത്തു രാഹുൽ ഗാന്ധി. രാംലീല മൈതാനത്ത് പോയിട്ട് മുമ്പേ ചോദിച്ചു എന്തുകൊണ്ട് കേജ്രിവാളിനെ അകത്താക്കുന്നില്ലെന്നാണ്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറയുകയാണ് എന്തിനാണ് കേജ്രിവാളിനെ ഇപ്പോൾ ജയിലിൽ വെച്ചത്. ഇതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് AC മൊയ്തീൻ്റെ പേരിൽ ഏതാണ്ടുണ്ട്, ഒരു ചുക്കുമില്ലെന്നേ. AC മൊയ്തീൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത പണമല്ലാതെ വേറൊന്നുമില്ല. അത് കരുവന്നൂരിലും അല്ലല്ലോ. പിന്നെ CPM-ന് കരുവന്നൂരിൽ രഹസ്യ അക്കൗണ്ട് ഉണ്ടോ? ഒരു രഹസ്യ അക്കൗണ്ടും ഇല്ല. ഇവിടെ നേതാവ് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പച്ചക്കള്ളം ED വരുന്ന പച്ചക്കള്ളത്തിൻ്റെ ഒരു തെളിവ് എന്താണെന്നറിയോ? അരവിന്ദാഷിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് വേറൊരാളുടെ പേരുള്ള നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞ് കുറേ നാൾ നടന്നില്ലേ? അരവിന്ദാഷിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് വേറൊരാളുടെ പേര് നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ED എവിടെ പോയി? ഏത് ബാങ്കിൽ? തൃശ്ശൂർ സഹകരണ ബാങ്കിൽ ഏതാണ് ഈ കരുവന്നൂരുമായിട്ട് ബന്ധം? MK കണ്ണനെ ചോദ്യം ചെയ്യാൻ ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് MK കണ്ണൻ്റെ പേര് പറഞ്ഞല്ലോ. ഇപ്പോൾ PK ബിജുവിനെ ചോദ്യം ചെയ്യുന്നത് എന്തിനായത്തിലാണ്? CPM-നകത്ത് സംഘടനാപരമായ നടപടിയെടുത്താൽ അത് കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാരുണ്ട്. ഉടനെ അവരെ അങ്ങ് ED ചോദ്യം ചെയ്യുകയാണ്. എന്നിട്ട് 6 മണിക്കൂർ അവിടെ പിടിച്ചിരുത്തുകയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമല്ലേ? ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ്സുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചില നേതാക്കന്മാർ പൈസ വീട്ടിൽ കൊണ്ടുപോയെന്നും അല്ല കൊണ്ടുപോയില്ല അവിടെ വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചില സ്ഥലത്തുനിന്ന്. നമ്മുടെ ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കടലാസയിൽ ചെന്നിത്തല പറയുന്നുണ്ടല്ലോ ആ പണം ഞാൻ കൊണ്ടുപോയതാണ്. പക്ഷെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലില്ല കേട്ടോ. കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ആ പൈസ ഇല്ല. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത അക്കൗണ്ടിൽ ആ പൈസ ഇല്ല. CMR-ലെ കള്ളപ്പണം, ഉമ്മൻചാണ്ടി കൊണ്ടുപോയി എന്ന് പറയുന്ന പണവും അങ്ങപ്പറേ ചെന്നിത്തല കൊണ്ടുപോയി എന്ന് പറയുന്ന പണവും ആ പരിപാടി ഇല്ലാത്തൊരു പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് CPM-ന് അക്കമുള്ളത്. ഞാൻ ഈ ചർച്ചയിൽ ചോദിക്കുന്ന BJP-യോട് ചോദിക്കുന്ന ചോദ്യം, ബാങ്ക് ഓഫ് ഇന്ത്യയിൽ CPM-ന് നിയമാനുസരണമല്ലാത്ത എന്തിടപാടാണ് ഉള്ളത്? നിങ്ങൾ അതാദ്യം കൊണ്ട് പറ. മുതൽ അക്കൗണ്ട് ഉണ്ട്. പാർട്ടിയുടെ നേതാവ് സഖാവ് KK മാമുക്കുട്ടി, KYC പൂർവ്വമല്ലേ? അത് KK മാമുക്കുട്ടിയുടെ കാലത്തുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന KK മാമുക്കുട്ടി. അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് അദ്ദേഹം ഈ പാർട്ടി ഫണ്ടെന്ന് പറയുന്നത് ഏറ്റവും കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ടുണ്ടായിരുന്ന ഒരു ജില്ലാ കമ്മിറ്റിയാണ് മാമുക്കുട്ടിയുടെ കാലത്തെ അന്നത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി. ആ നിലയ്ക്കാണ് ആ പാർട്ടി പ്രവർത്തിച്ചിരുന്നത്. അവിടുത്തെ പാർട്ടി വലിയ പാർട്ടിയാണത്. ആ പാർട്ടിയുടെ അക്കൗണ്ട് 98 മുതൽ മാറി മാറി വരുന്ന സെക്രട്ടറിമാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലെന്താ KYC-യുടെ കുറവ്? ഇനി ഇപ്പോൾ KYC ഇല്ലാതെ ഏതെങ്കിലും ബാങ്ക് നടക്കുമോ? ഉണ്ടെങ്കിൽ അവരുടെ പേര് നടപടി എടുക്കുക. ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അവരല്ലേ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നത്. KYC ഇല്ലാതെ എന്താ ഔദാര്യം നമുക്ക് വേണ്ടത്?
ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ആ ബാങ്കിൽ വന്ന ഏത് പണമാണ് നിയമാനുസരണമല്ലാത്ത പണം, ബാങ്ക് ട്രാൻസ്ഫറിലല്ല അല്ലാതെ ഡയറക്റ്റ് അടയ്ക്കാൻ കഴിയുന്നത് 2 ലക്ഷമല്ലേ ഉള്ളൂ. അതിൻ്റെ മേലെ ഇവിടെ പണം വന്നിട്ടുണ്ടോ? ഉണ്ടേ അവർ പറഞ്ഞു തരിക. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിനകത്ത് CPM-നെ വേട്ടയാടാൻ വേണ്ടി ഈ BJP-ക്കാർ ഈ പണി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ പറയുകയാണ്, അയ്യോ ഇത് അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിലുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ BJP-യോട് പറയുകയാണ്, നിങ്ങൾ കേരളത്തിൽ ഒരു സീറ്റിലും 2ാം സ്ഥാനത്ത് പോലും വരില്ല. ഇങ്ങനൊരു മുഖ്യമന്ത്രി പറയുന്നു. പക്ഷെ ഇങ്ങനെ പറയാൻ പ്രതിപക്ഷ നേതാവില്ല കേട്ടോ. ഇങ്ങനെ പറയുന്ന മുഖ്യമന്ത്രിയെ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നു ഇവിടുത്തെ UDF. അതാണ് തന്ത്രം. ഞാൻ ഒരു വാക്കൂടെ പറയാം ഹാഷ്മി. ഞങ്ങളുടെ തൻ്റെ ഇടം ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് നിർത്തിക്കോളാം. എനിക്കിനി ചർച്ചയിൽ നിന്ന് പോകണം, ഞാൻ ഇറങ്ങുക. ഞങ്ങളുടെ ഒരു തൻ്റെ ഇടം ഞാൻ പറഞ്ഞേക്കാം. തോമസ് ഐസക്കിൻ്റെ പേരിൽ എത്ര കൊല്ലമായി ED നോട്ടീസ് അയച്ചിട്ട്? 2 കൊല്ലം. കിബിന്ന് തന്നെ കണ്ടെത്തിയത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിക്കേണ്ടി വന്നു, തെറ്റായ എന്ത് കാര്യമാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന നിയമപരമല്ല, എന്താണ് ED നടത്തിയത്? കിബി നടത്തിയത്. കിബിയുടെ മുഴുവൻ പൈസയും ഓൺലൈനാണ്. കിബിയുടെ മുഴുവൻ ട്രാൻസാക്ഷനും ഓൺലൈനാണ്. ഓൺലൈനിലല്ലാത്തൊരു ട്രാൻസാക്ഷൻ നടക്കാത്ത ആ കിബിയുടെ പേരിൽ തോമസ് ഐസക്കിന് എത്ര കാലമായി നിങ്ങൾ വേട്ടയാടുന്നു? നീചമായ വാക്കുകളോട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2 കാര്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു പോവാണ്, ഞാൻ ഇറങ്ങുകയാണ്, എനിക്കൊരു മീറ്റിംഗിലേക്ക് പോകണം. എനിക്കൊരു മീറ്റിംഗിലേക്ക് പോകണം. അപ്പൊ ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നീചമായ വാക്കുകളോട് പറഞ്ഞു. പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അത് കേട്ടിട്ട് പോകാനുള്ള മര്യാദ കാണിക്കണം. ശരി, ഇടവേളയ്ക്ക് പോകണം. ഹൈക്കോടതി ചോദിച്ചത് കിഫ്ബി കേസിൽ ഒന്നാമത്തെ കാര്യം എന്തിനാണ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് വീണ്ടും ആവർത്തിച്ചു കോടതി. രണ്ടാമത്തെ കാര്യം മസാല ബോണ്ടിൽ കിട്ടിയ പണം വക മാറ്റിയത് എന്തെങ്കിലും തെളിവുണ്ടെന്ന് വീഡിയോ അടിച്ചു. കാര്യം ശരിയാണ്. ഇടവേള ക്ഷമിക്കണം, ഇടവേള.